Hello and welcome to Talking Point. Last week on Talking Point we saw a play which was an adaptation of the original play by William Shakespeare, that was Macbeth, and that was enacted by the theatre group called Abhinaya here in Trivandrum, Karagulam. But now we have decided to take it a little further by getting in personalities involved in theatre movements from all across Kerala. Some people who have been associated long with theatre and now have moved on to another medium, which is films. But first, I would like to welcome the man behind it all, who is Jyotish. Jyotish is the director behind the play, director of the play Macbeth, and he is involved with the Abhinaya Theatre Group. Jyotish is going to take us through all the personalities who have joined us on this show tonight. Jyotish, over to you. You're going to introduce all and welcome all our guests tonight on Talking Point. Santosham, അഭിനയിലേക്ക് ഞങ്ങൾക്ക് ഇത്രയും ആൾക്കാരെ കണ്ടംപററി തിയേറ്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും ശ്യാമേട്ടനെ പോലെ തിയേറ്ററിൽ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്തിരുന്നതും ഇപ്പോൾ ഫിലിം ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരെ ഒരുമിച്ച് അഭിനയയുടെ രംഗണത്തിൽ കൊണ്ടുവരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഒന്ന് ഞാൻ ആൾക്കാരെ പരിചയപ്പെടുത്താം. ഇത് രേണു ചേച്ചി, രേണു രാമനാഥ് എന്ന് പറയും. രേണു ചേച്ചി ഒരു തിയേറ്റർ ക്രിട്ടിക്കാണ്, ഒരു ജേർണലിസ്റ്റാണ്. ഹിന്ദുവിൽ ആണ് ആൾ വർക്ക് ചെയ്തിരുന്നത്. കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് വളരെയധികം ഒരുപാട് തിയേറ്ററുകളുടെ ഒപ്പം സഞ്ചരിക്കുകയും ഇപ്പോൾ പുറത്തു നിന്ന് കാണുന്ന ഒരു തിയേറ്റർ ക്രിട്ടിക്കിനെ പോലല്ല, ഒരു തിയേറ്ററിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒപ്പം മുഴുവനായി നിന്ന് ആ പ്രൊഡക്ഷനുകളുടെ ഒപ്പം സഹകരിക്കുകയും ആ പ്രൊഡക്ഷൻ്റെ പ്രോസസ്സ് മനസ്സിലാക്കുകയും വളരെയധികം തിയേറ്ററിനെക്കുറിച്ച് അടുത്ത് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചിട്ട് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ തിയേറ്റർ കണ്ടംപററി തിയേറ്റർ കേരള തിയേറ്റർ കണ്ടംപററി എന്ന് വെച്ചാൽ ബ്ലോഗ് ആൾ സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. അങ്ങനെ വളരെയധികം ഞങ്ങളെ തിയേറ്ററിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിനെ വളരെ സൂക്ഷ്മമായിട്ടും വളരെ സശക്തവും വീക്ഷിക്കുന്ന ഒരു തിയേറ്റർ ക്രിട്ടിക്കാണ്, ജേർണലിസ്റ്റാണ്. രേണു ചേച്ചി അഭിനയിലേക്ക് ഓക്കെ. മാർട്ടിൻ ഡ്രാമ സ്കൂളിൽ പഠിച്ച ആളാണ്. മാർട്ടിനെ നമുക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഇന്ന് നമുക്ക് ഒരു കേരളത്തിൻ്റെ സിനാരിയോയിൽ മാത്രമല്ല, മാർട്ടിൻ ഡ്രാമ സ്കൂളിലെ പഠനം കഴിഞ്ഞിട്ട് മാർട്ടിൻ ചിലിയിലാണ് പ്രധാനമായിട്ട് വർക്ക് ചെയ്തത്. തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മാർട്ടിൻ ചിലിയിലെ എലിയാസ് കോഹൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒപ്പം പിന്നെ ചിലിയിൽ വർക്ക് ചെയ്യും. ചിലിയിലെ പല യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹം ഗസ്റ്റ് ലെക്ചറാണ്. ലോകത്തിൽ തന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യങ് ആക്ടർ ട്രെയിനറാണ്, ഡയറക്ടറാണ്. ആളിപ്പം കേരളത്തിൽ ബേസ് ചെയ്തിട്ട് സിംഗിങ് സ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ആൾ ഫോം ചെയ്തിട്ടുണ്ട്. സുനാമി എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ അവർ അടുത്ത കാലത്ത് പ്രൊഡക്ഷൻ ചെയ്തിരുന്നു. മാർട്ടിനാണ് പ്രധാനമായിട്ട് അതിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. മാർട്ടിനെ അഭിനയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നിങ്ങൾ ഒന്നിച്ച് എപ്പോഴെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തില്ല, മാർട്ടിൻ ഒരു ജൂനിയർ ആയിട്ട് പഠിച്ചാണ് ഡ്രാമ. അപ്പോൾ ജൂനിയർ സീനിയർ കണക്ഷൻ ഉണ്ട്. മിസ്റ്റർ ജോസ് പൊതുവെ സാധാരണ നാടക ചർച്ചകളിൽ പൊതുവെ നാടക സംവിധായകരും ആക്ടേഴ്സും ഒക്കെ ഉണ്ടാവാറുള്ളൂ. ഞങ്ങൾക്ക് ഇന്ന് ഈ ചർച്ചയിൽ വളരെ സന്തോഷമുണ്ട്. ജോസ് പ്രധാനപ്പെട്ട ഒരു തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനാണ്. ജോസ് ബേസിക്കലി ഒരു ലൈറ്റിംഗ് ഡിസൈനറാണ്. മെറ്റ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. ജോസ് ഒരു ലൈറ്റിംഗ് ഡിസൈനർ മാത്രമല്ല, മൾട്ടിമീഡിയ തുടങ്ങി തിയേറ്ററിൻ്റെ എല്ലാ ടെക്നിക്കൽ ആസ്പെക്റ്റുകളിലും സൗണ്ട്, ലൈറ്റ് തുടങ്ങിയിട്ടുള്ളതിനെക്കുറിച്ച് വളരെ അവഗാഹമുള്ള 10-20 വർഷമായിട്ട് തിയേറ്ററിൽ വർക്ക് ചെയ്യുകയും ഒപ്പം നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുള്ള. ഞാൻ പാർവതി ചേച്ചിയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ജോസിന്റെ പൈസയാണ് പല പ്രൊഡക്ഷൻ. തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള പല നാടകങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ടെക്നീഷ്യൻ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഒരുപാട് നാടക സംഘങ്ങളെ നിലനിർത്തിയിട്ടുള്ള ഒരു നാടക മുതലാളിയും കൂടെയാണ് അദ്ദേഹം. പ്രധാനപ്പെട്ട ഒരു കരുത്താണ്. പിന്നെ നമ്മുടെ ഫൗണ്ടർ, അതെ അഭിനയ തിയേറ്റർ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ രഘുത്തമൻ. അതെ, ഞാൻ രവിചേട്ടൻ്റെ അടുത്തു നിന്നാണ് തിയേറ്റർ തുടങ്ങുന്നത്. രവിചേട്ടൻ അഭിനയ തിയേറ്ററിൻ്റെ ഫൗണ്ടറാണ്. രവിചേട്ടൻ ഒരു ആക്ടറാണ്, ഡയറക്ടറാണ്, ഓർഗനൈസറാണ്. എല്ലാ തരത്തിലും ഒരു കണ്ടംപററി മലയാളം തിയേറ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് രവിചേട്ടൻ. പിന്നെ നമ്മുടെ ശ്യാമേട്ടനെ കുറിച്ചിട്ട് ഞങ്ങൾ ഡ്രാമ സ്കൂളിൽ പഠിക്കുമ്പോൾ ശ്യാമേട്ടൻ്റെ പ്രൊഡക്ഷനുകളെ കുറിച്ചിട്ടാണ് ഞങ്ങൾ കൂടുതലും അറിയാറുള്ളത്. ഞങ്ങൾ സിനിമക്കാരൻ എന്നുള്ള നിലയിൽ ശ്യാമേട്ടൻ ചെയ്തിട്ടുള്ള പല പ്രൊഡക്ഷനിലും കൾട്ടിന് വേണ്ടി പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളതും. ഞാൻ ഡ്രാമ സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് തന്നെ ശ്യാമേട്ടൻ്റെ പല നാടകങ്ങളും തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഫെസ്റ്റിവലിൽ തന്നെ ഉടിയലൻ്റെ ഡെത്ത്, ആ പ്രൊഡക്ഷൻ ലിവിങ് തിയേറ്ററിൻ്റെ ഗ്രൂപ്പിന് വളരെ സജീവമായിട്ട് തിയേറ്റർ വളരെ നന്നായി സജീവമായി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഞങ്ങളുടെ സീനിയർ, ഞാനൊരു നാടകക്കാരൻ എന്ന നിലയിലാണ് എനിക്ക് പരിചയപ്പെടുത്താൻ ഇഷ്ടം. പിന്നെ അദ്ദേഹം ഒരു സിനിമാക്കാരനാണ്. അദ്ദേഹം അടുത്ത സമയത്ത് തിയേറ്റർ നന്നായി കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവും കാര്യങ്ങളും ഒക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആളെ കിട്ടിയതിന് വളരെ നാടകക്കാരനായിട്ടുള്ള ശ്യാമേട്ടനെ കിട്ടിയതിന് വളരെയധികം സന്തോഷം. ശ്യാംസ കുറേ നാളുകൾക്ക് ശേഷമല്ല ഇങ്ങനെ ഒരു വേദിയിൽ അതെ, ഇതൊരു വളരെ ഐറോണിക്കാണ് ശരിക്കും. ഒരു തിയേറ്റർ സ്പേസിലേക്ക് ഞാൻ തിരിച്ചു വരുന്നത്, ഈ അഭിനയയുടെ സ്ഥലത്തും അഭിനയയുടെ ആക്ടിവിറ്റിയൊക്കെ നേരിട്ട് വന്ന് കാണുന്നത് ഒരു ടെലിവിഷൻ പരിപാടിയിലൂടെ ആവുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ സിംബോളിക്കാണത്. I had to travel through television and movies and probably come back to theatre.
ഒരു നാടകക്കാരൻ അല്ലെങ്കിൽ സിനിമാക്കാരൻ ഏത് തരത്തിലാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇഷ്ടം? നാടകം പഠിച്ച ഇതിലെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്നത് അത്ര വെറുതെ വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് കാണേണ്ട കാര്യമില്ല. ഐ ബിലീവ് നാടകവേദിയിലെ പഠനം ശരിക്കും ഒരു അടിസ്ഥാന പഠനമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ആളുകളും ചെയ്യേണ്ട ഒരു പഠനമാണ് ശരിക്കും നാടകവേദിയിലെ പഠനം. അത് തിയേറ്ററിൽ വർക്ക് ചെയ്തുകൊണ്ടും നിർബന്ധമൊന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് തിയേറ്റർ ട്രെയിനിങ്. അതുപോലെ തന്നെ മീഡിയ, അതുപോലെ തന്നെ മറ്റ് മേഖലകൾ, സാമൂഹികമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ഉണ്ടാവേണ്ട മേഖലകളിലെല്ലാം തിയേറ്റർ എസെൻഷ്യൽ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ ഫണ്ടമെൻ്റലാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തു എന്നുള്ളത് ഞാൻ ഒരു അടിസ്ഥാന പഠനമായിട്ടാണ് കാണുന്നത്. പ്ലസ് ടെക്സ്റ്റ് ഡ്രമാറ്റിക് ടെക്സ്റ്റ്, ഡ്രമാറ്റർജി, എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഒരു പ്ലോട്ടിനായിട്ട് ഉണ്ടാവുന്നത്, ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ. പിന്നെ ഒരു ലിവിങ് ബീയിങ് എങ്ങനെയാണ് ഒരു പെർഫോമറായി മാറുന്നത്, എങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ ലേക്ക് ഇവോൾവ് ചെയ്യുന്നത്, ഇതെല്ലാം ഞാൻ തിയേറ്ററിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ്. മൈ ബേസിക് വിഷ്വൽ സെൻസിബിലിറ്റി കംസ് ഫ്രം തിയേറ്റർ. How do you respond to that, Martin? How do you respond to his thought? ഒരു ബേസിക് പഠനമാണ് തിയേറ്റർ എന്ന് പറയുന്നത്. ഐ മീൻ അതൊരു സിനിമയ്ക്കോ ഒരു മാധ്യമത്തിനു വേണ്ടി മാത്രമല്ല, ആസ് എ ലിവിങ് ബീയിങ് ഇറ്റ് സെൽഫ്, ആസ് എ പേഴ്സൺ ഇറ്റ് സെൽഫ്, ദർ ഇസ് ലോട്ട്സ് ടു ലേൺ ഫ്രം തിയേറ്റർ. തിയേറ്ററിൻ്റെ ഒരു സമഗ്രത അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചും തിയേറ്ററിൽ നിൽക്കാനായിട്ട് അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ പുറകെ പോകാനായിട്ട് തിയേറ്ററിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ടൊക്കെ എപ്പോഴും പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം. അതിൻ്റെ ഒരു സമഗ്രതയുണ്ട്. അതൊരു ബേസാണ്. അതിൽ നിന്നോട് കൂടിയിട്ട് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച്, വ്യക്തി ജീവിതത്തെക്കുറിച്ചും സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചും കലയെക്കുറിച്ചും എന്തൊക്കെയാണോ ഈ നാട്ടിൽ, എന്തൊക്കെയാണോ നമ്മുടെ ചുറ്റുപാട്, എന്തൊക്കെയാണോ നമ്മുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണ കിട്ടും. അത് നമ്മൾ വെറുതെ അതിനെക്കുറിച്ച് വിലയിരുത്തി പോകുക മാത്രമല്ല, നമ്മൾ വിലയിരുത്തുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്, അതിൽ നിന്ന് എന്താണ് സ്വീകരിക്കാനായിട്ടുള്ളത്, അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട്, ഷെയർ ചെയ്യാനായിട്ടുള്ളത്, ഇതൊക്കെ തന്നെ തിയേറ്ററിൻ്റെ ഒരു സമഗ്രതയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ തിയേറ്ററിലാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സ്പേസിലാണെങ്കിലും ഇരിക്കുന്നത്, തിയേറ്ററിൻ്റെ ഒരു സമഗ്രത. Martin, I'll start with you, Martin. Martin's ഒരു personal journey എന്താണെന്ന് പറയാം. I mean, you're pretty young, for all the traveling that you have done and living outside and everything. How did you come into theatre? Did you have a theatre background in the first place? അല്ല, അത് തിയേറ്റർ എന്ന് പറയുന്നത് ആ ഒരു ആക്ടിങ് സ്പേസ് അല്ലെങ്കിൽ നമ്മൾ കല എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ നാൾ തൊട്ടുണ്ട്. അത് പാട്ട് പാടും അല്ലെങ്കിൽ നമ്മൾ ഓടും, കളിക്കും, ചിരിക്കും. നമ്മൾ അത്തരത്തിലുള്ള ആ ഒരു സ്പേസിനെ പിന്നെ കൃത്യമായിട്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്നതോടുകൂടിയാണ്. അപ്പോഴത്തെ നാടകത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അതെന്താണ് ആ ഒരു കൗതുകം, അത് കുറേ ആളുകൾ അവിടെ വന്ന് പഠിച്ചു പോയിട്ടുണ്ട്. പിന്നെ ആ ഒരു വല്ലാത്തൊരു മാജിക്കൽ സ്പേസ് ആണത്. എന്നെ സംബന്ധിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൺ ഓഫ് ദി നമ്പർ 1 ബെസ്റ്റ് പ്ലേസ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല ശാന്തി കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം അവിടെ ചെന്ന സമയത്ത് ഒരു ഭയങ്കര ശാന്തി കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ശാന്തി, ആ കാണുന്നൊരു ചെറിയ ശാന്തിയിൽ നിന്ന് പിന്നെ മനസ്സിലാക്കുന്നത് കുറേ അശാന്തിയാണ്. അത് നാടകമായിരുന്നു. അത് പിന്നെ ഒരു 4 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. കുറേ ആളുകളെയും കുറേ സംഭവങ്ങളെയും തിയേറ്ററിനെയൊക്കെ തന്നെ കൂടുതലായിട്ട് കുറേശ്ശെ അവിടെ നിന്ന് മനസ്സിലാക്കി തുടങ്ങിയത് ആ സമയത്താണ്, ഡ്രാമ സ്കൂളിലാണ്. ഇൻഫാക്ട് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിവിടെ ഒരു കാര്യം പറയാനുണ്ടായി. മിസ്റ്റർ ജോസ് കോശി തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കാത്ത മഹാഭാഗ്യനാണെന്ന്, ഭാഗ്യവാനാണെന്ന്. Please tell me, I'm invited to go through the entire process, Mr. Koshi. And do you feel that you should have gone through it actually? ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചു. ഞാൻ 89 സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു പ്ലേ പ്രൊഡക്ഷൻ കാണാൻ വേണ്ടി പോകുന്നു. കോളേജ് പഠനമുണ്ട്, കോളേജ് പഠനം നടക്കുന്നു. പക്ഷേ അതിന് മുമ്പ് തിയേറ്റർ 13 വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഞാൻ ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോലി ആയിട്ട് ചെയ്തിട്ടുണ്ട്. 13ാമത്തെ വയസ്സിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ലൈറ്റിംഗ്. കാവൻ സാറിൻ്റെ ഒരു പ്ലേ ആയിരുന്നു അത് നടന്നുപോയി. അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു, പ്രൊഡക്ഷനിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പ്രൊഡക്ഷൻ കാണാൻ വേണ്ടി ഒരു ജനൽ വഴി ഞാൻ നോക്കി നിൽക്കുന്ന സമയത്ത് വയലാ വാസുദേവനുള്ള സാറ് ഷോറിൽ ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, കുട്ടി ഇവിടെ നിന്ന് നാടകം നിങ്ങൾ നോക്കി കാണുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട അധ്യാപകൻ എന്തു ചെയ്യുന്നു, നാടകം പഠിപ്പിക്കുന്നു, കുട്ടികളെ ശിക്ഷിക്കുന്നു, പേടിക്കേണ്ടതില്ല, നോക്കി കണ്ടുകൊള്ളൂ, ഇതാണ് ലോകം. പല സാർ പറഞ്ഞത് അത്. അപ്പോൾ അതിനുശേഷം അവിടുന്ന് വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം അത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അവർക്ക് അനേകം സാധ്യതകളുണ്ട്, ഉപകരണങ്ങളുണ്ട്, അഭിനയം, പിന്നെ പെർഫോമൻസ്, പിന്നെ പ്രൊഡക്ഷൻ, ഇത്തരം ലക്ഷ്യങ്ങൾ കൃത്യമായിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്. അപ്പോൾ അന്ന് നല്ല രീതിയിൽ അന്നും ഇന്നും നടന്നു പോകുന്നു. അപ്പോൾ അവിടുന്ന് ഈ ആളുകൾ ചെയ്യുന്ന
കാര്യങ്ങൾ നന്നായി കാണാനും മനസ്സിലാക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ വിദ്യാർത്ഥി ആവാതെ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നാണ് തുടക്കം. തുടക്കമല്ല, അവിടെ നിന്നല്ല. തുടക്കം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകനായിട്ട് ജനിച്ച് ജീവിച്ച് പോകുന്ന സമയത്ത് ഉത്സവപ്പറമ്പിൽ നാടകം കാണാൻ വേണ്ടി പോയി അതിന്റെ വിസ്മയം കണ്ടിട്ടുള്ള തുടക്കമാണ്. വിസ്മയമുണ്ട്. ഈ കാണുന്ന ഈ 18 അടി സ്ക്വയറിനകത്ത് നിന്ന് മനുഷ്യർ കാണിക്കുന്ന വിസ്മയം, അത് 30 വർഷം മുമ്പ് നമ്മളെ അതിലേക്ക് കൊണ്ടുവന്നു അല്ലേ, ആകർഷിച്ചു. സൺഡേ എക്സ്പീരിയൻസ് സിമിലർ ആയിരുന്നു. യുവർ സ്റ്റാർട്ടിംഗ് പോയിന്റ് സോ ടു സേ. ശ്യാമ പറഞ്ഞ പോലെ ഈ തിയേറ്റർ എല്ലാവരും പഠിക്കണം അല്ലെങ്കിൽ എല്ലാവരും അറിയണം എന്ന് പറയും പോലെ, ഞാൻ BSc കോളേജിൽ പഠിക്കുന്ന ഒരു നാടകം കളിച്ചിട്ടില്ല. നാടകം കണ്ടിട്ടുണ്ട്, ചുമ്മാ തമാശയ്ക്ക് ഒരു നാടകം കളിച്ചാണ്. അപ്പോഴേ ഏകദേശം ഒരു 2 മാസം വരെ വീട്ടിനകത്ത് പുറത്തിറങ്ങാതെ ഇരുന്ന മനുഷ്യനാണ്. ആരോടും സംസാരിക്കാൻ വയ്യാതെ, ഭയങ്കര വലിയൊരു പ്രശ്നമുള്ള ആളായിരുന്നു ഞാൻ. എനിക്ക് ആരോടും സംസാരിക്കാൻ വയ്യ. അങ്ങനെ അതിന് മുമ്പേ ഒരു നാടകം കളിച്ചു, എന്നിട്ട് തമാശയ്ക്ക് ഒരു നാടകം കളിച്ചു. ആ നാടകം ബാക്കി പലപ്പോഴും ക്രിക്കറ്റ് കളിക്കുമ്പോഴോ വേറെ എന്തോ ചെയ്യുമ്പോഴോ ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷം, ആൾക്കാർ വന്ന് കൈതരുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ പണി ഇതാണെന്നുള്ള കാര്യം ഞാൻ ചെയ്യുമ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കണം. അതാണ് ഒരു മീറ്റിംഗ് പോയിന്റ് നമുക്ക്. അപ്പോൾ വേറെ എന്ത് പണി, പഠിച്ചപ്പോഴോ കളിച്ചപ്പോഴോ ഒന്നും കിട്ടാത്ത സാധനം ഒരു തമാശയ്ക്കൊരു നാടകം സ്റ്റേജ്. അതിനുമുമ്പേ തമാശയ്ക്ക് കോളേജിലുമൊക്കെ പാട്ട് പാടും ഈ പറഞ്ഞതുപോലെ. പക്ഷേ ഈ ഒരു നാടകം കളിച്ചപ്പോൾ കിട്ടിയ ഒരു സന്തോഷം, അതൊരു ഫീഡ്ബാക്ക് ആൾക്കാരിൽ നിന്ന് കിട്ടുന്നതാണ്. അതിനുശേഷം എനിക്ക് എല്ലാവരോടും സംസാരിക്കാനോ ഒന്നും എനിക്ക് സൊസൈറ്റിയിൽ ഒരു എന്താ പറയുക, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയമാണ്. അതിനുശേഷം ഞാൻ പിന്നെ നാടകം തന്നെ ആണെന്ന് തീരുമാനിച്ചു. അതിനുശേഷമാണ് ഈ പറഞ്ഞ സൊസൈറ്റിയിലെ ഓരോ കാര്യത്തിലും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഗൗരവമായിട്ട് കാണാനും വായനയും അന്വേഷണമൊക്കെ തുടങ്ങി. അതിന് ശേഷമാണ്, തിയേറ്റർ വന്നതിന് ശേഷമാണ് എന്താ പറയുക, എനിക്കൊരു ലൈഫിലൊരു ഒരു എയിമുണ്ട്, എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നിയത് ആ ഒരു തിയേറ്റർ വന്നതിന് ശേഷമാണ്. ശ്യാം സർ, ഐ വിൽ ട്രേസ് യു ബാക്ക് ടു യുവർ കോളേജ് ഡേയ്സ്, തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ. ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ഹൗ ഡിഡ് യു ഡിസൈഡ് ടു ഗോ ഇൻ ടു സംതിങ് ആസ് far-fetched is this? ഒരു രീതിയിൽ ഒരു മീറ്റിംഗ് പോയിന്റ് ഞാൻ കാണുന്നില്ല. വാട്ട് ഹാപ്പൻഡ്? അല്ല, ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഏറ്റവും സന്തോഷം തരുന്ന, നമ്മളുടെ ജീവിതം മീനിങ് ആക്കുന്ന ഒരു ആക്ടിവിറ്റി അതാണെന്ന് തിരിച്ചറിയുന്നൊരു മൊമെൻ്റ് ഉണ്ടാവും. നമ്പർ 1. നമ്പർ 2, at that point it was an easy route. When I didn't want to join an engineering college or a medical college or anything, and there was the drama school. 3 years you do dramas or whatever. അന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഗന്ധം ഉണ്ടായിരുന്നില്ല, എന്താണ് ഇതിൻ്റെ സാധ്യതകൾ. അപ്പോൾ ഇറ്റ് വാസ് എ ലീപ്പ് ഇൻ ടു ദ ഡാർക്ക്. Did you feel you changed in the process? Absolutely. Okay. Oh yeah. Drama school really made me what I am. അന്നത്തെ കൺവിക്ഷൻസ് ആണ് എനിക്ക് ഇന്നുള്ളത്. When I deal with the subject, when I deal with the treatment, it's the same integral approach that I had learned some 20-30 years back. സോ അത് വളരെ എൻ്റെ ഒരു ഫോർമേറ്റീവാണ് ആക്ച്വലി. ഒരു യൂത്തിൻ്റെ ഒരു ടീനേജിൻ്റെ ഒരു അവസാനത്തിലുണ്ടാകുന്ന ആ ഒരു ജി ശങ്കരപ്പിള്ള സാറിനെ പോലെയുള്ള, രാമാനുജത്തെ പോലുള്ളവരുടെ ഒരു വിഷൻ, അവർ എങ്ങനെയാണ് ആർട്ടിനെ അനലൈസ് ചെയ്യുകയും ആർട്ട് എങ്ങനെയാണ് ഒരു അനുവാചകനിലൊരു കെമിസ്ട്രി ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ഇന്നും എന്നെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. നത്തിങ് ന്യൂ ഹാസ് ആക്ച്വലി കം ഇൻ. മെനി ട്രെൻഡ്സ് വുഡ് ഹാവ് ആക്ച്വലി ഫ്ലോൺ ബൈ, പക്ഷേ എസെൻഷ്യലി ദ കോർ, how an artist deals with his the content of expression. ഇതൊരു സെൽഫ് എക്സ്പ്രഷൻ ആണെന്നും എൻ്റെ ജീവിതവും എനിക്ക് ചുറ്റുള്ളവരുടെ ജീവിതമാണ് ഇതിലൂടെ പറയുന്നതെന്നുള്ളൊരു ചിന്ത. ഐ എം നോട്ട് ജസ്റ്റ് എൻ എൻ്റർടൈനർ എന്നുള്ളൊരു ചിന്ത, ഇതെല്ലാം ശരിക്കും ഡ്രാമ സ്കൂൾ ഉണ്ടാക്കി തന്നതാണ്. രേണു ചേച്ചി, യു ആർ എ ഫിലിം ക്രിറ്റിക്, തിയേറ്റർ ക്രിറ്റിക്. യു ബീൻ വാച്ചിങ് സോ മെനി പ്ലേസ് ഇൻ സോ മെനി, പലവരെയും ചേച്ചിക്ക് അറിയാം. ഒരു പെർട്ടിക്കുലർ തിയേറ്റർ ഗ്രൂപ്പ് അല്ല, കേരളത്തിലുള്ള എല്ലാ മൂവ്മെൻറ്റ്സിനെ കുറിച്ചും ചേച്ചിക്ക് അറിയാം. അപ്പോൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഈ ഡയറക്ടേഴ്സ് നമുക്കാകാൻ പറ്റിയില്ലെങ്കിൽ, നമുക്കൊരു ഫിലിമിൻ്റെ ഡയറക്ടർ ആവാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഫിലിം ക്രിറ്റിക് ആവും. അതുപോലെ തിയേറ്ററിൽ ഡിറക്ഷനിലോ അല്ലെങ്കിൽ ഇൻവോൾവ് ആവാൻ പറ്റാത്തതുകൊണ്ടാണോ? How did you become a theatre critic? What is the process for you? I'm very curious. ഞാൻ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് തിയേറ്ററുമായിട്ട് അസോസിയേറ്റ് ആവുന്നത്. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ 96-ൽ ഹിന്ദുവിൻ്റെ ഫ്രൈഡേ റിവ്യൂവിന് വേണ്ടി എഴുതി തുടങ്ങിയപ്പോൾ തൊട്ടാണ്. ഇതിൻ്റെ ഒരു ഭാഗമാവണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ടില്ലേ ചേച്ചിക്ക് എപ്പോഴെങ്കിലും? That you want to be a part of the process?
സോ ഇഫ് യു അതായത് നിങ്ങൾ സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് എഴുതി തുടങ്ങണമെന്നുണ്ടെങ്കിൽ യു വിൽ ജസ്റ്റ് എൻറ്റർ ഇൻ ടു ദാറ്റ്. ഞാൻ ഏത് സബ്ജക്റ്റും ഇപ്പോൾ തിയേറ്റർ മാത്രമല്ല, ഇപ്പോൾ വിഷ്വൽ ആർട്സും കൂടിയാട്ടം ഇതൊക്കെ തന്നെ ഞാൻ അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ട്, ഇപ്പോൾ കൂടിയാട്ടം ട്രൂപ്പിൻ്റെ കൂടെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്, വിഷ്വൽ ആർട്ടിസ്റ്റുകളുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്തിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എഴുതാനും ശ്രമിച്ചിട്ടുള്ളത്. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ഓൺ ലേണിംഗ് പ്രോസസ് ആസ് വെൽ ആസ് മൈ ഓൺ പ്രൊഫഷണൽ process. All right, as so well. you're not in fact outside it, you're completely within it. I prefer to be inside so that I can observe better. All right, it's time for a short little break right now, but after the break we have to talk about the topic title, which is theatre reviving in Kerala. We'll get into that soon after the break. Stay tuned.